ജനകീയ പങ്കാളിത്തത്തോടെ നവകേരളം പടുത്തുയർത്താനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പരിശ്രമത്തിന് കൂടുതൽ ആക്കവും ദിശാബോധവും സമ്മാനിക്കാൻ ഈ പഠന പരിപാടിക്ക് സാധിക്കും. തങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും ആശയങ്ങളും സർക്കാരിലേക്ക് എത്തിക്കാനും നവകേരള സൃഷ്ടിയിൽ പങ്കുചേരാനും ഈ നാട്ടിലെ ഓരോ പൗരനും അവസരം നൽകാനും ഇതിലൂടെ കഴിയും. അതുകൊണ്ട് കേരള സമൂഹത്തിൻ്റെ ആകെ സക്രിയവും സർഗാത്മകവുമായ പങ്കാളിത്തം പഠന പരിപാടിയുടെ വിജയത്തിന് അനിവാര്യമാണ്. സന്നദ്ധ സേനയുടെ ഭാഗമാകാൻ കൂടുതൽ ആളുകൾ കടന്നു വരേണ്ടതുമുണ്ട്. അതിനായി എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്. സർക്കാരും ജനങ്ങളും കൈകോർത്ത് കേരളത്തിൻ്റെ ഐശ്വര്യപൂർണമായ ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കണം. അത് ഉറപ്പുവരുത്താൻ നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം സഹായകമാകും. മറ്റൊരു പ്രശ്നം എയ്ഡഡ് സ്കൂൾ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നൽകിയ ആനുകൂല്യം എല്ലാ സ്കൂൾ മാനേജ്മെൻറ്റുകൾക്കും കൊടുക്കണമെന്നതാണ് സർക്കാരിൻ്റെ അഭിപ്രായം. ആ അഭിപ്രായം സുപ്രീം കോടതിയെ അറിയിക്കാൻ ഇന്ന് ചേർന്ന യോഗം തീരുമാനിച്ചു. മറ്റൊന്ന്, മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. റിപ്പോർട്ടിന്മേൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അനുമതി നൽകിയിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ റിപ്പോർട്ട് പരിശോധിച്ച് കൈക്കൊള്ളേണ്ട തുടർ നടപടികൾ സംബന്ധിച്ച കാര്യങ്ങൾ മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിക്കും. ബന്ധപ്പെട്ട മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും അഡ്വക്കേറ്റ് ജനറലും ഈ യോഗങ്ങളിൽ പങ്കെടുത്തിരുന്നു. ഇത്രയും വിവരങ്ങളാണ് നിങ്ങളുടെ അടുത്ത് കൈമാറാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.